സംസ്ഥാനത്തെ കനത്ത ചൂടിൽ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വെയിലത്ത് ഇറങ്ങരുതെന്ന നിർദ്ദേശം. UV ഇൻഡെക്സ് കൂടിയ വെയിൽ അധിക സമയം ഏൽക്കുന്നത് ത്വക്ക് രോഗത്തിന് കാരണമാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. തെളിഞ്ഞ കാലാവസ്ഥയാണ്, തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് സൂര്യപ്രകാശം നന്നായി തന്നെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും UVയുടെ തോതും കൂടുന്നതായി നമ്മുടെ തന്നെ സെൻസേഴ്സിൽ, അത് പബ്ലിക് ഡേറ്റയാണ് അതിൽ കാണാവുന്നത്. ഇന്ന് ഈ ഏറ്റവും ചൂട് കൂടുന്ന സമയത്തുള്ള പരമാവധി ആ വെയിലിനെ ഒഴിവാക്കാനുള്ള ശ്രമമുണ്ടാകണം എന്നതാണ്. നമ്മളൊരു 11 മണി മുതൽ ഒരു 2:30 വരെയുള്ള സമയം ചിലവഴിക്കുന്നത് ആ രീതിയിലാക്കുന്നത് നന്നായിരിക്കും. തീപിടുത്തത്തിൻ്റെ സാഹചര്യം ഇനി വരും ദിവസങ്ങളിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വരും. നമ്മളുടെ തന്നെ വീടിൻ്റെ ചുറ്റുമൊക്കെ കിടക്കുന്ന പാഴ്വസ്തുക്കളൊക്കെ തീ പിടിക്കാതിരിക്കാനുള്ളൊരു സുരക്ഷാ മുൻകരുതൽ വേണം. സ്വാന്തന സാജു വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാന്തന, അതികഠിനമായ ചൂടാണ്. ഈ സമയത്ത് വെളിയിൽ ഇറങ്ങിയാൽ വലിയ പ്രശ്നമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്, അല്ലേ? ആര്യ, വലിയ ചൂട് തന്നെയാണ്. പ്രത്യേകിച്ച് വേനലെത്തുന്നതിന് മുൻപ് തന്നെ ചൂട് സംസ്ഥാനത്ത് വളരെയധികം കൂടിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ വെയിൽ പരമാവധി കൊള്ളാതെ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് വിദഗ്ധരായ ആളുകളൊക്കെ തന്നെയും പറയുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ആണ്. അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള വെയിൽ, ഏറ്റവും കഠിനമായ വെയിൽ ഈ സമയത്താണുള്ളത്. ആ സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം അതിന് മറ്റൊരു കാരണമായി പറയുന്നത് ഈ UV ഇൻഡെക്സും പലയിടങ്ങളിലും കൂടി നിൽക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ 6 ജില്ലകളിൽ UV ഇൻഡെക്സിന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലും UV ഇൻഡെക്സ് കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ വെയിൽ ഏൽക്കുന്നത് പോലെയല്ല. നമ്മൾ UV ഇൻഡെക്സ് കൂടിയ വെയിൽ ഏൽക്കുകയാണെങ്കിൽ ത്വക്ക് രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ 11 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള വെയിൽ ഇനിയിപ്പോൾ ഏൽക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ കൊടയോ മറ്റോ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം മുന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട മറ്റ് മുന്നറിയിപ്പുകളൊന്നും തന്നെ സംസ്ഥാനത്ത് നൽകി തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു ആശങ്ക നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ചൂട് കൂടുന്നതിനനുസരിച്ച് പലയിടങ്ങളിലും തീപിടുത്തങ്ങളും വ്യാപകമായി തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും തിരുവനന്തപുരത്തൊക്കെ തന്നെയും പലയിടങ്ങളിൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന പുരയിടത്തിലൊക്കെ തന്നെയും തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം. നമ്മുടെ വീട് പരിസരത്തൊക്കെ കിടക്കുന്ന മാലിന്യമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന അടക്കമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചൂടൊന്ന് കുറഞ്ഞേക്കും എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പുറത്തിറങ്ങുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നാണ് മുന്നറിയിപ്പ്.